പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണ്ടിക്കോട്ടയ്ക്കുള്ളിലെ രംഗനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളെയും അവിടുത്തെ കാഴ്ചകളെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് എൻ്റെ ഓരോ യാത്രകളും. ഏകാന്തതയെ അതിജീവിക്കുക എന്നതും കഴിഞ്ഞ കാലത്തെ മറന്നുകളയുക എന്നതുമാണ് ഞാൻ എൻ്റെ യാത്രകളിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ആർക്കെങ്കിലും ചരിത്രപരമായ ഗവേഷണങ്ങളുടെ ഭാഗമായുള്ള സഞ്ചാരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും എന്നെ വിളിക്കാവുന്നതാണ്. ഗണ്ടിക്കോട്ടയിലെ ജാമിയ മസ്ജിദ് സന്ദർശിച്ചതിനു ശേഷം ഏകദേശം 150 മീറ്റർ അകലെയുള്ള രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞാൻ നടന്നു. നല്ല വെയിലാണ്. മാധവരായ ക്ഷേത്രം പോലെയല്ല ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ഗോപുര പടിക്കെട്ട് മാത്രം ഉള്ള ക്ഷേത്ര കവാടം ആണ് ഈ അമ്പലത്തിന് ഉള്ളത്. ഗണ്ടിക്കോട്ട നിർമ്മാണത്തിനൊപ്പം തന്നെ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് ഇത്. 1140കളിൽ കാകതീയ രാജാവ് കപ്പരാജ പണി പൂർത്തിയാക്കിയ ക്ഷേത്രമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള മതിൽക്കെട്ടിൻ കോട്ടമതിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള മണൽക്കല്ല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ഷേത്രപ്രവേശന കവാടത്തിൽ ഇരുമ്പിൻ്റെ ഗേറ്റ് ഉണ്ടെങ്കിലും അത് പൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിന് അകത്തു കയറുവാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ പടിവാതിലിൻ്റെ ഇരുവശത്തുമായി ദ്വാരപാലകന്മാരുടെ ശില്പം കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ക്ഷേത്ര പടിവാതിലിൽ നിന്നുകൊണ്ടുള്ള പുറം കാഴ്ച വളരെ മനോഹരമാണ്. മുഖമണ്ഡപത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ആനയുടെ ശില്പങ്ങൾ കാണുവാൻ കഴിയുന്നതാണ്. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിന് ഒരു ഗോപുര കവാടമുണ്ട്. ഉയർന്ന നിലത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പൂർണ്ണമായും ഒരു കോമ്പൗണ്ട് മതിലിനുള്ളിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് പടിഞ്ഞാറ് 55 മീറ്ററും തെക്ക് വടക്ക് 26 മീറ്ററും വ്യാപിച്ചു കിടക്കുന്ന ഒരു ചതുരാകൃതിയിലുള്ള മുറ്റം ഉണ്ട്. ക്ഷേത്രത്തിൽ ശ്രീകോവിൽ, ആന്തരാലയം, മുഖമണ്ഡപം, മഹാമണ്ഡപം എന്നിവയുണ്ട്. സമചതുരാകൃതിയിലുള്ള ഈ മഹാമണ്ഡപത്തെ 6 വീതമുള്ള 4 വരികളിലായി ക്രമീകരിച്ചിരിക്കുന്ന 24 തൂണുകൾ ഉണ്ട്. തൂണുകളിൽ ദേവീദേവന്മാരുടെയും പുഷ്പങ്ങളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളും ജ്യാമിതീയ പാറ്റേണുകളും കൊടുത്തിട്ടുണ്ട്. മുഖമണ്ഡപം ചതുരാകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഖമണ്ഡപത്തിൻ്റെ കിഴക്കേ വാതിലിൽ 3 വ്യത്യസ്തങ്ങളായ അലങ്കാര പണികൾ ഉണ്ട്. വാതിൽപ്പടിയിൽ താമരദളങ്ങളുടെ കൊത്തുപണികൾ, വള്ളിച്ചെടികളുടെയും പുഷ്പങ്ങളുടെയും കൊത്തുപണികൾ എന്നിവ നമ്മൾക്ക് കാണാവുന്നതാണ്. പ്രധാന കവാടത്തിന് മുകളിൽ മധ്യഭാഗത്തായി ഗജലക്ഷ്മിയുടെ കൊത്തിയെടുത്ത രൂപമുണ്ട്. വാതിൽപ്പടിയുടെ അടിഭാഗത്ത് ഇരുവശത്തും ദ്വാരപാലകരുടെ കൊത്തുപണികൾ കാണുവാൻ കഴിയും. മുഖമണ്ഡപത്തിൽ 2 ചതുരങ്ങളിലായി ഒന്നിനുള്ളിൽ മറ്റൊന്നായി ക്രമീകരിച്ചിരിക്കുന്ന 16 തൂണുകളുണ്ട്. പുറം ചതുരത്തിലെ എല്ലാ തൂണുകളും ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്നു. മധ്യത്തിലുള്ള 4 തൂണുകളും സങ്കീർണമായി കൊത്തിയെടുത്തിട്ടുണ്ട്. മധ്യത്തിലുള്ള 4 തൂണുകൾക്കിടയിലുള്ള മുഖമണ്ഡപത്തിൻ്റെ മേൽക്കൂര ഇരട്ട ചതുരാകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മധ്യത്തിൽ ഒരു താമരപ്പൂവിൻ്റെ പതക്കമുണ്ട്. ശ്രീകോവിൽ ചതുരാകൃതിയിലാണ് ഉള്ളത്. ശ്രീകോവിലിന് മുകളിലുള്ള ഉപരിഘടന പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആന്തരാളത്തിൻ്റെ വാതിലിൽ 3 അലങ്കാര ബാൻഡുകളുണ്ട്. വാതിൽപ്പടിയിലാകട്ടെ വള്ളിച്ചെടികൾ, താമര, മറ്റു പൂക്കൾ എന്നിവയുടെ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. വാതിൽപ്പടിയുടെ ഇരുവശത്തും ദ്വാരപാലകരെയും കാണാം. തെക്കുകിഴക്കേ മൂലയിലാണ് മടപ്പള്ളി അഥവാ അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായി നൃത്തമണ്ഡപവും ഉണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് കല്യാണ മണ്ഡപം ഉള്ളത്. മണ്ഡപത്തെ 16 തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നു. മധ്യത്തിൽ 4 തൂണുകളുള്ള മംഗളകർമ്മ വേദിയുണ്ട്.
ഇതിൻ്റെ മേൽക്കൂര താമരപ്പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തൂണുകളിലും വിവിധ രൂപങ്ങളുടെ കൊത്തുപണികൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. കല്യാണ മണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്തായി കിഴക്കോട്ട് ദർശനമുള്ള ഒരു ദേവിയുടെ ശ്രീകോവിൽ ഉണ്ട്. ശ്രീകോവിലിന് 6 തൂണുകളുള്ള ഒരു പ്രവേശന മണ്ഡപം ഉണ്ട്. വടക്കു കിഴക്കേ മൂലയിൽ ഒരു വാതിലുള്ള 2 മുറികൾ വീതമുണ്ട്. ഈ മുറികൾക്ക് മുന്നിൽ 10 തൂണുകൾ ഉള്ള ഒരു മണ്ഡപം കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന രംഗനാഥസ്വാമിയുടെ വിഗ്രഹം ഇപ്പോൾ മൈലാവാരം പുരാവസ്തു മ്യൂസിയത്തിലാണ് ഉള്ളത്. കല്ലിൽ വിരിഞ്ഞ കവിത പോലെ അതിമനോഹരമായ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തി വീണ്ടും പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം കൊണ്ടുവരുവാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ. ഇത്രയുമാണ് ഗണ്ടിക്കോട്ടയിലെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുമല്ലോ. ഗണ്ടിക്കോട്ടയിലെ മറ്റു വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി.